ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, 50 നോമ്പിൻ്റെ 3-ാം ദിനത്തിൽ ഈശോയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന, ധ്യാനിക്കുന്ന നിമിഷങ്ങളിൽ ഈശോ ഇന്ന ദിവസം പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങൾ നമ്മുടെ മുമ്പിൽ ധ്യാന വിഷയമായി നൽകുകയാണ്. പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്നും പറയരുത്. കർത്തൃകോപം സാവധാനമേ വരൂ. ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. അവിടുത്തെ കാരുണ്യം നിസ്സീമമാണ്. അവിടുന്ന് എൻ്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കും എന്നും പറയരുത്. കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട്. അവിടുത്തെ ക്രോധം പാപികളുടെ മേൽ പതിക്കും. കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത്. നാളെ നാളെ എന്ന് നീട്ടിവെക്കുകയുമരുത്. അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും. ഈശോയിൽ പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലഘട്ടത്തിൽ ദൈവതിരുസന്നിധിയിൽ അവിടുത്തോട് ചേർന്നിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാളിതുവരെ വന്നുപോയിട്ടുള്ള എല്ലാ കുറവുകളും എല്ലാ പോരായ്മകളും അതിനെ നീക്കിക്കളഞ്ഞുകൊണ്ട് വിശുദ്ധമായ ഒരു ജീവിതത്തിലൂടെ തമ്പുരാനോട് ചേർന്നിരിക്കുക. നീതിമാന്മാർ പോലും ദിവസത്തിൽ 7 തവണ പാപം ചെയ്യുമ്പോൾ വചനം അങ്ങനെ പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ എത്രയോ പാപങ്ങൾ വിചാരം കൊണ്ട്, വാക്കുകൊണ്ട്, പ്രവർത്തി കൊണ്ട്, ഉപേക്ഷ കൊണ്ട് കടന്നു വരുന്നുണ്ട് എന്ന് ഒരു നിമിഷം ചിന്തിക്കുക. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പാപം ചെയ്യുന്നില്ല, ഞാൻ നന്മയിലൂടെയാണ് നടക്കുന്നത് എന്ന് ഒരിക്കലും ചിന്തിക്കാൻ ഇടവരരുത്. ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപി എന്ന ചിന്തയിൽ ധൂർത്തപുത്രനെ പോലെ, പാപിയായ ചുങ്കക്കാരനെ പോലെ ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥിക്കണം. പാപങ്ങൾക്ക് മോചനം നേടുന്നതിന് വേണ്ടി ദൈവതിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് നാം പ്രാർത്ഥിക്കണം. കാരണം വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, കർത്താവിങ്കിലേക്ക് തിരിയുവാൻ നാളെ നാളെ എന്ന് നീട്ടിവെക്കരുത് എന്ന്. ഈശോയിൽ പ്രിയമുള്ളവരെ, ഈ നാളെ നാളെ എന്ന് നമ്മൾ നീട്ടിവെക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ കുമ്പസാരം, പാപമോചനം ഇത് നീട്ടിവെക്കുമ്പോൾ സംഭവിക്കുന്നത് അവിചാരിതമായ ക്രോധത്താൽ ആ ശിക്ഷയിൽ നശിക്കുന്ന അവസ്ഥകൾ കടന്നു വരാൻ സാധ്യതയുണ്ട് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. അതേപോലെ പലപ്പോഴും ഇത്ര നാളും ഞാൻ ഈ പാപം ചെയ്തിട്ട്, ഈ തിന്മ പ്രവർത്തിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്നുള്ള ചിന്തകളും കടന്നു വരരുത്. അതേപോലെ മറ്റുള്ളവരിങ്ങനെ ജീവിക്കുന്നു, അവർ തെറ്റ് ചെയ്യുന്നുണ്ട്, തിന്മ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്കൊരു കുഴപ്പമില്ലല്ലോ എന്നും ചിന്തിക്കരുത്. എൻ്റെ പാപം എന്താണോ അതിനെ നീക്കിക്കളയാൻ, അതിനെ കഴുകിക്കളയാൻ, അതിനെ വിശുദ്ധീകരിക്കാനായിട്ട് പരിശ്രമിക്കുക. ഈ നോമ്പ് കാലഘട്ടം അതിനുവേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആദ്യം മാറേണ്ടത് നാമാണ്. നാം മാറിയിട്ട് വേണം നമ്മുടെ ഭവനത്തിലെ ആളുകളിലേക്ക്, അവരെ മാറ്റുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കാൻ, തുടർന്ന് സമൂഹത്തിലേക്ക്. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ വളരേണ്ടതും മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് വളർത്തേണ്ടതും. ലോകം മുഴുവൻ്റെയും മുൻപില്, നമ്മുടെ സഹോദരങ്ങളുടെ മുമ്പില് വിശുദ്ധിയായി ജീവിച്ചുകൊണ്ട് ഒരു നല്ല മാതൃകയാകാൻ, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് വളരാനായിട്ട് ഈ നോമ്പുകാലം നമ്മൾ പരിശ്രമിക്കണം. തന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ആർക്കെങ്കിലും ഉതപ്പ് കൊടുക്കുന്ന, തെറ്റായ പ്രേരണ കൊടുക്കുന്ന, ദുഷ്പ്രേരണയ്ക്ക് വിധേയനാകുന്നവന്റെ ജീവിതം, അവന്റെ ശിക്ഷ എന്ന് പറയുന്നത് കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിന്റെ ആഴങ്ങളിൽ തള്ളുന്നതാണ് എന്ന് വചനം പറയുമ്പോൾ, ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാവർക്കും നല്ല മാതൃക നൽകുന്ന വിശുദ്ധമായ ഒരു ജീവിതമായിരിക്കണമെന്ന് തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുക. അതിനുവേണ്ടി ഈ ദിനങ്ങളിൽ ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. വിശുദ്ധി നിറഞ്ഞ ഒരു ജീവിതത്തിന് വേണ്ടി കഴിഞ്ഞ ദിനങ്ങളിൽ നാം ധ്യാനിച്ചതുപോലെ നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ചുകൊണ്ട് വിശുദ്ധരായി ജീവിക്കുന്നതിന് വേണ്ടി ഈ നോമ്പ് കാലം നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതം വിശുദ്ധമായി തീരട്ടെ, ഒരു ഉത്തമ ക്രിസ്ത്യാനിയായിട്ട് മാറട്ടെ. ആമേൻ.